ഇക്കാലത്ത് ശരിക്കും ഒരു രോഗിയാവാതിരിക്കാനൊക്കെ പറ്റുമോ ഡോക്ടർ? സാധിക്കും, നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. കാരണം നമുക്ക് ചുറ്റുമുള്ള ഇൻഫ്ലുവൻസസ് ഒത്തിരി ഉണ്ട്. പക്ഷേ മനസ്സ് കറക്റ്റായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്ന് സാധിക്കും. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു പ്രക്രിയയാണ്, ഇപ്പോൾ ഒരു സ്ത്രീകൾ കൂടുതൽ പുകവലിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ശരിക്കും ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് പുക വലിക്കുന്ന സ്ത്രീകൾക്ക് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുരുഷന്മാരെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയോളമാണ് സ്ത്രീകൾക്ക്. അത് ക്യാൻസർ മാത്രമല്ല, പുകവലിജന്യ ആരോഗ്യ പ്രശ്നങ്ങൾ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഇരട്ടി സാധ്യതയാണ്. അത് ഇപ്പോൾ മുൻപത്തേക്കാൾ ഇതിൻ്റെ അവൈലബിലിറ്റി സ്കൂൾ തലം മുതൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഹോസ്റ്റലുകളിൽ സിഗരറ്റ് ഇപ്പം അത്യാവശ്യം പെൺകുട്ടികളുടെ കമ്പനിക്കിടയിൽ സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളും എല്ലാം ഒരു കാരണമാണ്. പിന്നെ സിനിമകൾ വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ അവരെ ഗ്രാജുവലി ഇത്തരത്തിലുള്ള അഡിക്ഷനുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പരിധി വരെ പെൺകുട്ടികൾ ഇതെല്ലാം ഒരു തൽക്കാലത്തേക്കുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുമെങ്കിലും ഒരു 40% പേര് ക്രമേണ ഇതിന് അഡിക്റ്റായി. അത് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ അവരതിൽ നിന്നും മറികടക്കാൻ വേണ്ടി ഇത് കൂടുതൽ ശീലിക്കും. നമ്മുടെ വീടുകളിൽ തന്നെ വൈൻ കഴിക്കുന്ന ഒരു കുറ്റമാണോ? അല്ല, അത്രത്തോളം. പക്ഷേ വൈൻ മദ്യമാണ്, ബിയറും അതുപോലെ തന്നെ. കാരണം പെൺകുട്ടികൾ ഇപ്പോൾ ബിയർ കഴിക്കുക എന്ന് പറയുന്നത് ഒരു വാർത്തയേ അല്ല. ഈ മദ്യമായാലും സിഗരറ്റ് ആണെങ്കിലും പുകവലിയാണെങ്കിലും പുരുഷൻ ശീലിക്കുന്നതിനേക്കാൾ ഏതാണ്ട് ഇരട്ടി എഫക്റ്റാണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതുകൊണ്ടുണ്ടാക്കുന്നത്. ഇപ്പം അച്ഛൻ പുറത്തു പോകുന്നു, സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ മദ്യപിക്കുന്നു, ഓക്കെ, അച്ഛനാണ് എന്നൊരു തോന്നലില്ലെങ്കിലും പെൺകുട്ടിയോ അവരുടെ ആൺകുട്ടിയോ ഒരു പക്ഷേ അതിനെ മാറി നിൽക്കും. പക്ഷേ അമ്മമാർ അങ്ങനെ ചെയ്തു കഴിഞ്ഞിരുന്നാൽ കുട്ടികൾക്ക് ഒരിക്കലും അത് തെറ്റായിട്ടും കാണില്ല, സാധാരണ ഒരു കാര്യമായിട്ട് തന്നെ തോന്നും. കുട്ടികൾ ഇതിലേക്ക് ഏകദേശം ഒരു 15 വയസ്സ് മുതൽ തന്നെ ഇതങ്ങ് ശീലിക്കാൻ തുടങ്ങും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് എപ്പോഴും സമൂഹത്തിൽ പുരുഷനേക്കാളും സ്ത്രീകൾ ഇത് ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തിനും നല്ലതല്ല, സമൂഹത്തിന് അടുത്ത ജനറേഷനും നല്ലതല്ല. അസുഖങ്ങൾ പിടിപെടാനുള്ള ഒരു ചാൻസിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ഒരാൾ പുകവലി നിർത്തുമ്പോൾ എത്രത്തോളം ഇത് അസുഖത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചാൻസും കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതായത് ഇപ്പോൾ ഒരാൾ ഒരു 25-ാം വയസ്സിൽ പുകവലി നിർത്തുന്നതും ഒരു 40-ാം വയസ്സിൽ പുകവലി നിർത്തുന്നതും രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ടോ? ശരിക്കും ലൈഫ് സ്റ്റൈൽ രോഗ സാധ്യത വളരെയധികം കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ശ്വാസകോശത്തിനെ അത് ബാധിക്കുന്നതും അവർക്ക് ക്യാൻസർ രോഗസാധ്യത പോലുള്ള സിറ്റുവേഷൻസും ഒരു പരിധിവരെ നമ്മൾ നേരത്തെ നിർത്തുന്നത് കുറയ്ക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ഹാർട്ട് അറ്റാക്ക് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വരുന്നത്, അതായത് അത്രത്തോളം ഹൃദയത്തിൽ ബ്ലോക്കുള്ള ആൾക്കാരിൽ 10-ൽ 8-ഉം പുകവലി ശീലമുള്ളവരായിരിക്കും. പക്ഷെ അതിനകത്തൊരു 3 പേര് ഈ പുകവലി ശീലം ഒരു 20 വർഷം മുമ്പേ ഉപേക്ഷിച്ചവരായിരിക്കാം. എന്നിരുന്നാലും അവർക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പം മുതൽ ഇത്തരത്തിൽ ശീലങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മുതിരുമ്പോഴും പ്രോബ്ലം ഒന്നും ഇല്ലാതെ, നമുക്ക് വലിക്കുന്നവരെ താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ പ്രോബ്ലംസ് ഇല്ലാതെ തന്നെ, ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും.